കഴിഞ്ഞ ദിവസം എന്നോട് അവിയലിൻ്റെ റെസിപ്പി ചോദിച്ചവർക്കാണ് എനിക്കറിയാം എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാമെന്ന് എന്നാലും ചോദിച്ചതല്ലേ. ആദ്യം തന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നല്ല നീളത്തിലരിഞ്ഞ് ഒരു പാത്രത്തിലെടുത്ത് അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സോൾട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മുടെ പച്ച വെളിച്ചെണ്ണയില്ലേ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നെങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെക്കണേ. അടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കത്തില്ല, കാരണം പച്ചക്കറിക്കകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഞാൻ പക്ഷേ ഇവിടെ കുക്കർ എടുത്തേക്കുന്നത്, പക്ഷേ കുക്കറിൻ്റെ അടപ്പ് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തൊരു 5-6 ചുമന്നുള്ളി, ഒരു അരമുറി തേങ്ങ, പിന്നെ ഞാൻ കരുവേപ്പില ചേർക്കുന്നുണ്ട് കുറച്ച്, ഓപ്ഷനല്ല, വേണേൽ ചേർക്കാം അല്ലെ ചേർക്കാതിരിക്കാം. പിന്നെ ജീരകമില്ലേ, നമ്മുടെ കുഞ്ഞു ജീരകം, അതൊരു 1/2 ടേബിൾ സ്പൂൺ, കാന്താരി ഒരു 5-6 കാന്താരി മുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ പറയുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. വെജിറ്റബിൾസ് ഒരു പകുതി വേവായി കഴിയുമ്പം നമ്മൾ അരച്ചെടുത്ത് ഈ കൂട്ടും കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വേവാൻ വെക്കാം കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അവിയൽ ഏകദേശം വെന്ത് കഴിയുമ്പോൾ പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കണേ. ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തേക്കുന്നത്. തൈര് ചേർത്തിട്ട് പിന്നെ അധികം തീയിലിടരുത്, തീയിലൊരു സിമ്മേൽ ഒരു 10 മിനിറ്റ് കൂടെ ഇട്ടാൽ മതി. അപ്പോഴത്തേനും കണ്ടോ ഇങ്ങനൊരു കുഴഞ്ഞ ഫോം വരും. നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുഴഞ്ഞ അവിയലാണ് ഇഷ്ടമേ, അതുകൊണ്ട് ഞാനിവിടെ കുഴഞ്ഞ അവിയൽ ഉണ്ടാക്കുന്നത്. തീ ഓഫ് ചെയ്ത് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെക്കണം കേട്ടോ. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് ഇളക്കാതെ വെച്ചേക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ മിക്സ് ചെയ്യാവുള്ളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അവിയൽ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറ.